നിങ്ങൾ ഈ ജമാഅത്ത് ഇസ്ലാമിയെ നോക്കുക. അവരിപ്പോൾ 1977 മുതലാണ് പിന്നെ അവർ രാഷ്ട്രീയ നിലപാടെടുക്കാൻ തുടങ്ങിയത്. അന്ന് കോൺഗ്രസ് വിരുദ്ധമായിരുന്നു അവരുടെ രാഷ്ട്രീയ നിലപാട്. കാരണം അടിയന്തരാവസ്ഥയിൽ കോൺഗ്രസ് അവരെ നിരോധിക്കുകയും ജയിലിലിടുകയും ജയിലിൽ നിന്ന് അവരുടെ നേതാക്കളടക്കം മരിച്ചുപോവുകയൊക്കെ ചെയ്ത അനുഭവമൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഇന്ദിരാഗാന്ധി വിരുദ്ധതയായിരുന്നു അവരുടെ ഒരു രാഷ്ട്രീയ മൂലധനം. അവരെ പ്രകോപിപ്പിച്ച് രാഷ്ട്രീയത്തിൽ ഇറക്കിയത് തന്നെ ഇന്ദിരാഗാന്ധി വിരുദ്ധതയാണെന്ന് എനിക്ക് സംശയമുണ്ട്. അത് നമ്മൾ പഠന വിധേയമാക്കേണ്ട കാര്യമാണ്. അന്ന് അവർ കോൺഗ്രസിനെ തോൽപ്പിക്കാനാണ് അവർ രംഗത്തിറങ്ങിയത്. അന്ന് കോൺഗ്രസ് വിരുദ്ധ മുന്നണി എന്ന് പറഞ്ഞാൽ ജനതാ പാർട്ടിയും CPM ആണ്. ജനസംഘം ലയിച്ച് ചേർന്നാണ് ജനതാ പാർട്ടി, സംഘടനാ കോൺഗ്രസും സോഷ്യലിസ്റ്റുകളും ഒക്കെ ചേർന്നതല്ല. അപ്പോൾ അവിടെയായിരുന്നു അവരുടെ വോട്ട്. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ മനസ്സിലാക്കുന്ന ഒരു 2019 വരെയുള്ള അവരുടെ ദീർഘമായ കാലയളവിൽ അവർ 90% വോട്ട് ചെയ്തിട്ടുണ്ടാവുക CPM ഉൾക്കൊള്ളുന്ന മുന്നണിക്കായിരിക്കും.